മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ എനിക്ക് നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. തികച്ചും നാളത്തെ ഒരു പ്രഭാതം തെറ്റുധാരണകൾ തിരുത്തുന്ന പ്രഭാതമാകണം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 256-ാമത്തെ വചനം മനസ്സിരുത്തി നിങ്ങൾ വായിക്കൂ. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. മതത്തിൽ ബലാത്കാരമില്ല, മതത്തിന്റെ പേരിൽ ബലാത്കാരം അരുത്. വിശുദ്ധ ഖുർആൻ പറയാൻ എന്താ പറയാനുള്ള കാരണം? സത്യവും അസത്യവും വേർതിരിഞ്ഞു, സത്യവും അസത്യവും വേർതിരിഞ്ഞു. ഒരാളെയും നിങ്ങൾ നിർബന്ധിച്ച് മതത്തിൽ കൂട്ടരുത്. ചോറ് കൊടുത്ത്, ചായ കൊടുത്ത്, വീട് കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത്, കാർഡ് കൊടുത്ത്, അതുപോലെ പലതും സമ്പാദിച്ചു കൊടുത്ത് അവനെ പ്രകോപിപ്പിച്ച്, അവനെ പ്രലോഭിപ്പിച്ച് മതത്തിൽ ആളെ കൂട്ടരുത്. വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം 272-ാമത്തെ വചനം അത്ഭുതമാണ്. അതായത് ശരിക്ക് കേട്ടോളൂ എന്റെ പ്രിയപ്പെട്ടവരെ. അച്ഛനും അമ്മയും ഇസ്ലാം സ്വീകരിച്ചില്ല. അന്ന് അറേബ്യയിൽ മക്കൾ ഇസ്ലാം സ്വീകരിച്ചു. ശരിക്ക് ചിന്തിക്കണം. മക്കൾ ഇസ്ലാം സ്വീകരിച്ചപ്പോ അച്ഛനും അമ്മയും പഴയ വിശ്വാസത്തിൽ തുടർന്നു. അപ്പൊ മക്കൾ അച്ഛന് നന്നായിട്ട് ചോറ് കൊടുത്തു, അമ്മക്ക് നന്നായി ചോറ് കൊടുത്തു, അമ്മയെ നന്നായി സൽക്കരിച്ചു. അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ സൽക്കാരത്തിലൂടെ അവർ ഇസ്ലാം ആകട്ടെ എന്നായിരുന്നു. വിശുദ്ധ ഖുർആൻ ശക്തമായി എതിർത്തു. ഖുർആന്റെ പ്രയോഗം എന്തറിയോ? ലൈസ അലൈക ഹുദാഹും. ദൈവമാണ് മാർഗദർശനം ചെയ്യുന്നത്, ചോറ് കൊടുത്തിട്ടല്ല, ചായ കൊടുത്ത്. അച്ഛന് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ മകനെ അത് നിന്റെ കടപ്പാടാണ്. വസ്വാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ. നിന്റെ ബഹുദൈവ വിശ്വാസിയായ അച്ഛന് അമ്മയ്ക്ക് നീ സേവനം ചെയ്യുന്നത് അവര് മതത്ത് കൂടാനല്ല. വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലിഅൻഫുസികും. നീ എന്ത് ചോറ് കൊടുത്താലും, ദാനം കൊടുത്താലും, മരുന്ന് മേടിച്ചു കൊടുത്താലും അത് നിന്റെ നന്മക്ക് വേണ്ടിയാണ്, നിനക്ക് ദൈവത്തിൽ നിന്ന് പുണ്യം കിട്ടാനാണ്, അല്ലാതെ മറ്റൊരുത്തൻ മതത്തിൽ കൂടാനല്ല. ഇനി ഞാൻ ചോദിക്കുന്നു, ഇത് ഖുർആനിലുണ്ട് എന്ന് മനസ്സിലാക്കിയവർ എത്രയുണ്ട്? അടുത്ത വാചകം എന്താ അറിയോ? അൻത തുഖ്രിഉൻ നാസ് അൻ യകൂനു മുഅ്മിനീൻ. മനുഷ്യർ വിശ്വാസികളാകാൻ വേണ്ടി നീ അവരെ നിർബന്ധിക്കുകയോ? മുഹമ്മദേ, ഖുർആനിന്റെ 10-ാം അധ്യായം 99-ാമത്തെ വചനം, മുഹമ്മദേ, മറ്റുള്ളവർ മതവിശ്വാസികളാകാൻ നിർബന്ധിക്കുക എന്നത് മുഹമ്മദേ നിനക്ക് പാടില്ല. സത്യം ഇന്നതാണെന്ന് പറഞ്ഞോളൂ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. സത്യം നീ പ്രസംഗിച്ചാ മതി. ആളെ മതത്ത് കൂട്ടണ്ട, അധികാരം ചെലുത്തണ്ട, ആളുകളെ നിർബന്ധിക്കണ്ട. ഫമൻ ശാഅ ഫൽയുക്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഖുർആനിലെ 18-ാം അധ്യായം 29-ാമത്തെ വചനം, ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ അവിശ്വസിക്കട്ടെ. ഇനി ഞങ്ങളോട് ചോദിക്കാൻ, അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ഖുർആനിന്റെ ന്യായിക്ക് മറ്റൊരു മതവിശ്വാസിയെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ സാധിക്കും? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്ലാമിക ദർശനമനുസരിച്ച് മറ്റൊരു മതക്കാരന് മറ്റൊരുത്തന്റെ മതത്തിൽ കൂട്ടുന്ന സമ്പ്രദായമില്ല, ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം ശക്തമായി പറയും. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ഭീതി നിങ്ങൾക്കുണ്ടാവണ്ട. ന്യായാന്യായങ്ങൾ പറയാം ആർക്കും. ശ്രീനാരായണ ഗുരു പറഞ്ഞല്ലോ, ഏതൊരു സത്യം ഒരാൾക്ക് സത്യമായി തോന്നിയോ അയാൾക്ക് വിശ്വസിക്കാം, അയാൾ ആരും നിർബന്ധിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞു ശ്രീനാരായണ ഗുരു, ഒരു ഹിന്ദുവിന് ഇസ്ലാം ശരിയാൻ തോന്നി, ആ തോന്നിയ അന്നിമിഷം അയാൾ ഇസ്ലാം ആകണം. അതിന് ശ്രീനാരായണ ഗുരു പറഞ്ഞ കാരണം എന്തറിയോ? തന്റെ മതത്തിലിട്ട് വിശ്വാസമില്ലാത്ത ഒരുത്തന്റെ എണ്ണം കിട്ടിയിട്ട് ആ മതത്തിന് എന്താ കാര്യം? ന്യായമായ ഒരു പോയിന്റാണത്. ഏത് മതത്തിന്റെയും സ്ഥിതി അതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് മതത്തിൽ നിർബന്ധമില്ല, പരസ്പരം. ഇനി ഒരു മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ന്യായമായി പഠിപ്പിക്കപ്പെടേണ്ട ഒന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി, മതസൗഹാർദ്ദമാണോ മാനവിക സൗഹാർദ്ദമാണോ നിലനിൽക്കേണ്ടത് എന്നൊരു ചർച്ച ഇനിയുള്ള ലോകത്തുണ്ടാവും. ആ ലോകത്തേക്ക് വരുമ്പോ പോയിന്റും ഉദാഹരണവും ഞാൻ പറയാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടാ മതി. ഒരു മദ്യപാനിയുമായിട്ടുള്ള എന്റെ സൗഹാർദ്ദം എങ്ങനെയാ? നമ്മൾ പറയാണ് മദ്യപാനികളോടുള്ള എന്റെ സൗഹാർദ്ദം എന്താ? ഒന്ന് പറഞ്ഞു തരാമോ നിങ്ങൾക്ക്? ഉദാഹരണം, 1 ലിറ്റർ മദ്യപിക്കുന്നവനോട് എന്റെ സൗഹാർദ്ദം 1/2 ലിറ്റർ അവനോട് വാങ്ങി കുടിക്കലാണോ? എന്നാലാണോ ഞാനും അവനായിട്ട് സൗഹൃദത്തിൽ എന്ന് പറയാ? ആണോ? പറയൂ. അല്ല. വ്യഭിചരിക്കുന്ന ഒരുവനുമായുള്ള എന്റെ സൗഹാർദ്ദം എന്താ? അവന്റെ കൂടെ പോയി വ്യഭിചരിച്ച് ഐക്യം പ്രഖ്യാപിക്കലാണോ? അല്ല. മറിച്ച് അവൻ വ്യഭിചാരിയായിരിക്കെ അവനെ വെറുക്കാതെ തന്നെ, അവനെ വെറുക്കാതെ വ്യഭിചാരം എന്ന തിന്മയെ വെറുത്ത് അതിനെതിരെ അവനെ ശബ്ദിച്ച് അവന്റെ കൂടെ നിന്ന് അവനെ നന്നാക്കിയെടുക്കുന്നതിന്റെ പേരാണ് സൗഹൃദം. ആണോ? ആണ്. ശരി.
എന്ന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ വീട്ടിൽ പറമ്പിൽ പണിയെടുക്കുന്നുണ്ട് 4-5 എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ, 2 മുസ്ലിങ്ങൾ. അപ്പൊ അതിലെ ആള് 13-ാം തീയതി മലക്ക് പോയി, ശബരിമലയിൽ പോയി. അപ്പൊ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട കേട്ടോ, ഞാൻ മലക്ക് പോവുകയാണ്. ഈ സമയത്ത് മണ്ഡല നോമ്പ്, ഞാൻ നോമ്പുകാരനുമാണ്, എനിക്ക് ഇപ്പം ചില ഭക്ഷണങ്ങളൊന്നും പറ്റില്ല, എനിക്ക് കഴിക്കാൻ പറ്റിയതെന്തോ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. എനിക്കത് വേഗം മനസ്സിലാവും, കാരണം ഇത് ഏറെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു എളിയ ഇസ്ലാമിക പ്രബോധകനാണ് ഞാൻ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അയാൾ വർഗീയവാദി ആയതുകൊണ്ടാണോ എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കായിരുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി അങ്ങനെ? അല്ല, അയാൾ പഠിച്ച മതത്തിന്റെ ആ കർമ്മം അനുസരിച്ച് മലക്ക് പോയാലേ അത് സ്വീകരിക്കപ്പെടും. ഐ എം റൈറ്റ്? ശരിയാണോ? ആണ്. എന്റെ വിശ്വാസം അനുസരിച്ച്, ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ നിലവിളക്ക് കൊളുത്തുന്ന ഒരു ചടങ്ങുണ്ടെന്ന് വിചാരിച്ചോളൂ. നിലവിളക്ക് കൊളുത്തുന്ന ഒരു ചടങ്ങുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ആരാണ്? നിലവിളക്ക് കൊളുത്തൽ ചടങ്ങ് വിശ്വസിക്കുകയും അഗ്നി ആരാധനയുടെ ഭാഗമായ നിലവിളക്ക് കൊളുത്തൽ ഭക്തിസാന്ദ്രമായി നിർവഹിക്കണമെന്ന് പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണോ അത് കൊളുത്തേണ്ടത്? സമ്മതിച്ചോ? ആണ്. ഞാൻ ഇനി എന്റെ വീട്ടിൽ പണിയെടുത്ത ആളെ നിർബന്ധിച്ച് എന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിപ്പിച്ച നിങ്ങൾ ഇന്നെ എന്താ വിളിക്കുക? നിങ്ങൾ എന്താ വിളിക്കുക? നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ശരിക്കും ആലോചിക്കൂ, മനുഷ്യർ ശരിക്കും ആലോചിക്കൂ. എന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിശ്വാസത്തിന് നിർബന്ധിക്കലാണോ മതമൈത്രി അല്ലെ മത സൗഹാർദ്ദം എന്ന് പറയുന്ന ആണോ? അല്ല. ഇനി ഞാൻ നിങ്ങളോട് കുറച്ചുകൂടി കടന്നൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ചടങ്ങ് സംഘടിപ്പിച്ച് അതിൽ പങ്കെടുക്കാത്ത എന്നെ തീവ്രവാദിയാക്കുകയും എന്നെ നിർബന്ധിച്ച നിങ്ങളെ സാമൂഹ്യ ബോധമുള്ളവരാക്കുകയും ചെയ്യുന്നതിന്റെ മാനവികത എന്താണ്? ശരിക്കും ആലോചിച്ചോളൂ നിങ്ങൾ. എന്റെ പള്ളിയിൽ കയറിയിട്ട് ഞാനൊരു ഹിന്ദുവിനെ നിർബന്ധിച്ച് നെറ്റിത്തടം അവിടെ കുത്തിക്കാം, എന്നിട്ട് അവനോട് പറയാ, ഇജ്ജ് മതസൗഹാർദ്ദമുള്ളവനാകണമെങ്കിൽ ഇത് ചെയ്യണോ? സുഹൃത്തുക്കളെ, അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്ത്? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കുക. ഓരോരുത്തരുടെ വിശ്വാസം അവർക്ക് പ്രധാനമാണ്. ആ വിശ്വാസമാണ് ശരിയെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകി, മതം സ്വാതന്ത്ര്യം നൽകി. അപ്പൊ ഞാന് മറ്റൊരു മതത്തിന്റെ ആഘോഷത്തെ പങ്കെടുത്ത് അതിലെ പങ്കാളിയാകുന്നതിന്റെ പേരല്ല സൗഹാർദ്ദം. മറിച്ച് ഞാൻ ക്ലിയറായി നിങ്ങളോട് പറയാം, ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഞാനൊരു ഇസ്ലാമിക പ്രബോധകനായി തന്നെ എനിക്കെന്റെ പാവപ്പെട്ടനായിട്ട് ഒരു പ്രശ്നമില്ല, ശശിയേട്ടനായിട്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ മനോജേട്ടനറിയാം, എന്റെ നാടിനെ എനിക്ക് കണക്ക് പഠിപ്പിച്ച നാരായണ മാഷിനോട് വന്നിട്ട് പറഞ്ഞു, എന്റെ മകളെ കെട്ടിച്ചയച്ച വീട്ടിലെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മോന് 2 കിഡ്നി വീക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. ചോദിച്ചു നോക്കൂ നിങ്ങൾ, ബേബിയിൽ ആദ്യം എത്തിയ താടിക്കാരനാരാ? ഞാനൊരു പുണ്യം എടുത്തു പറയല്ല, ആരാ? ഈ ഉള്ളവനെ വെച്ച് എനിക്ക് എന്തേ തോന്നിയത്? എനിക്ക് 2 കിഡ്നി ഉണ്ട്, അതിനിപ്പോൾ തകരാറൊന്നുമില്ല. ആ കിഡ്നി ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്റെ അപ്പുറത്ത് നാരായണൻ മാഷയുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് കിഡ്നി ഇല്ലെന്നറിഞ്ഞാൽ എന്റെ മനസ്സ് വേദനിച്ചില്ലെങ്കിൽ ഞാൻ മതവിശ്വാസിയല്ല മനുഷ്യരെ, ഞാൻ പിശാചിന്റെ സ്വഭാവമുള്ളവനാണ്. അവിടെ ഞങ്ങളോട് പറയുന്നത്, ഇവിടെ അയ്യപ്പൻകാവ് പിന്നെ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കേന്ദ്രത്തിലോ ഒരു മുസ്ലിം വന്ന് ആരാധന നടത്തുന്നതിന്റെ പേരല്ല സൗഹാർദ്ദം. ഒരു ഹിന്ദു മുസ്ലിം പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന്റെ പേരല്ല സൗഹാർദ്ദം. പിന്നെന്താ സൗഹാർദ്ദം? ഒരു മുസ്ലിമായി കൊണ്ട് തന്നെ, ഏകദൈവാരാധനായിക്കൊണ്ട് തന്നെ വിഗ്രഹാരാധനയോ കബർ പൂജയോ മഹാന്മാരെ വിളിച്ചുള്ള ആരാധനയോ ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന എനിക്ക് അതൊക്കെ ചെയ്യുന്നവനുമായി ഐക്യത്തിലും സ്നേഹത്തിലും അവനെ ബഹുമാനിക്കാനും കഴിയുന്നുവെങ്കിൽ അതാണ് ശരിക്കുള്ള സൗഹൃദം. അതേ ലോകത്ത് നടക്കൂ. അല്ലാത്തത് എന്താ അറിയുന്നത്? അല്ലാത്തത് മനുഷ്യനെ നിർബന്ധിക്കലാണ്. എന്റെ മനസ്സ് സ്വീകരിക്കാത്തൊരു വിശ്വാസം അടിച്ചേൽപ്പിച്ചാൽ എന്റെ മനസ്സാണ് അത് അംഗീകരിക്കേണ്ടത്. എന്റെ മനസ്സിനെ അംഗീകരിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസം കൊണ്ടാണ്, അറിവ് കൊണ്ടാണ്, പ്രമാണം കൊണ്ടാണ്. അതാണ് മനുഷ്യലോകത്തെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു ആശയമാണ്. ആ ആശയത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇസ്ലാം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു കാലഘട്ടത്തിലായതുകൊണ്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഈ നീളമുള്ള താടി കണ്ടപ്പോ ഇതൊരു ഭീകരവാദിയാണ് എന്ന് തോന്നി. മറ്റേ പ്രസംഗം കേട്ടപ്പോ നിങ്ങളെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവണം. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് പറയുമ്പോഴും നമ്മൾ ഒരു തെറ്റിദ്ധാരണ തിരുത്തേണ്ടതുണ്ട്. എന്റെ താടി, ഈ താടിക്ക് ജീവനുണ്ടോ? ജീവൻ നിന്നിട്ട് വളരും, കോശമുള്ളത് കൊണ്ട് വളരും. പക്ഷെ ഇതിന് വിവേകമുണ്ടോ? ബുദ്ധിയുണ്ടോ? വൈരാഗ്യമുണ്ടോ? പ്രേമുണ്ടോ? സല്ലാമുണ്ടോ? ഇല്ല. ഇത് വെറും ഒരു രോമമാണ്. എന്നാൽ എന്റെ മനസ്സിലാണ് സ്നേഹം, എന്റെ മനസ്സിലാണ് അസൂയ, എന്റെ മനസ്സിലാണ് മതവിരോധ ചിന്ത ഉണ്ടെങ്കിൽ ഉണ്ടാകേണ്ടത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രവിശങ്കർ
താടിയും മുടി നല്ല നീട്ടാൻ. താടി മുടി നീളുന്നതിനനുസരിച്ച് ആ തീവ്രവാദിയാണെങ്കിൽ രവിശങ്കറിനെ പോലെ ഇന്ത്യയിൽ ഒരു തീവ്രവാദി ഉണ്ടാവും. മനുഷ്യരെ അപ്പൊ ഈ വികാരം നമ്മൾ ഇല്ലാതാക്കണം. മനസ്സിലാണ് ചീത്ത ചിന്തകൾ ആണല്ലോ. എല്ലാവർക്കും അറിയാലോ, ലോകത്ത് എത്രയോ കൊലപാതകങ്ങൾ നടത്തിയ ഒരുപാട് മനുഷ്യരെ കൊന്ന വലിയ പേരുകൾ നിങ്ങൾ എടുത്തു നോക്ക്. അവർക്ക് താടി ഉണ്ടായിരുന്നില്ല പലർക്കും. അപ്പൊ താടി ഉണ്ടാകലോ ഇല്ലാതിരിക്കലോ, താടി വെക്കലോ വെക്കാതിരിക്കലോ അല്ല തീവ്രവാദത്തിന്റെ മാനദണ്ഡം. മനസ്സിലാണത് രൂപപ്പെടുന്നത്. എന്റേതേ നിലനിൽക്കാൻ പാടുള്ളൂ. ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. എന്റേതാണ് ശരി എന്നൊരാൾ വിശ്വസിച്ചതിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ഭയപ്പാടുകൾ ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ നാട്ടിൽ ഭാരതീയം പ്രോഗ്രാം നടന്നു കഴിഞ്ഞ 10 ദിവസം. സ്വാമി ചിദാനന്ദപുരിയാണ് നേതൃത്വം നൽകി. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഉസൈൻ മടവൂർ അടക്കമുള്ള ആളുകൾ അവിടെ ഒന്ന് പ്രസംഗിച്ചു. ഞാൻ ചോദിക്കുന്നത്, ചിദാനന്ദപുരി ഹിന്ദു മതത്തിലെ ഏറ്റവും നവീകരണമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സനാതനധർമ്മം എന്നാണ് എന്ന് പറയാം. സനാതനധർമ്മം, സംസ്കൃതി, ആ സനാതനധർമ്മമാണ് ശരി എന്ന് വിശ്വസിച്ചാൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല. അല്ലെങ്കിൽ പിന്നെന്താ അർത്ഥം? ഒരു ഭയങ്കരമായ ഹൈന്ദവ മതം പഠിച്ച ഒരാള് ഇത് ശരിയല്ല, അതൊക്കെയാണ് ശരിയെന്ന് വിശ്വസിച്ച അതിനെന്താ അർത്ഥം? അതിന്നെ ശരി എന്ന് അയാൾക്ക് വിശ്വസിക്കാം. ഇസ്ലാം മാത്രമാണ് ശരി എന്ന് ഞാൻ വിചാരിച്ചാൽ അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഇസ്ലാം മാത്രമേ നിലക്കാവൂന്ന് ഞാൻ വിചാരിച്ചാൽ അത് കുഴപ്പമാണ്. ഇസ്ലാമിൽ മാത്രമേ ശരിയുള്ളൂ എന്നും ഞാൻ വിശ്വസിച്ചാൽ കുഴപ്പമാണ്. എനിക്ക് എന്റെ മതം പ്രസക്തമാകുമ്പോഴേ ഞാൻ അതിൽ നിന്നിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ ഇനി ഒരു പോയിന്റ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാം ശരിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എല്ലാം ശരിയാണ്. അങ്ങനാണെങ്കിൽ ഞാൻ മനസ്സ് തെറ്റിച്ചു ആത്മാർത്ഥമായിട്ടാണ് ആ വാക്കെങ്കിൽ എനിക്ക് 10 കൊല്ലം സ്വാമിജിയാകാം, പിന്നെ 10 കൊല്ലം മൊയ്ലിയാരാകാം, പിന്നെ 10 കൊല്ലം വെള്ളിലച്ചനായിക്കൂടെ. പക്ഷേ മരിക്കണവരെ സ്വാമിജിയായി ജീവിച്ചു മരിക്കുന്നു, മൗലയായിട്ട് മരിക്കുന്നു, മുസ്ലിയാരായി മരിക്കുന്നു, പള്ളിയിലച്ചനായി മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകളെ സോപ്പിടാൻ എല്ലാം നല്ലതെന്ന് പറയാം. ശരിയും തെറ്റും നമ്മളിപ്പോ എന്തൊരു കാര്യം എടുത്താലും ഒരു പച്ചക്കറി മാർക്കറ്റിൽ ചെന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറി അത് മതസമൂഹത്തിലെ ആവാന്നാ പറഞ്ഞ്. ഏതാ നല്ലത്, ഏതാ ശരി, ഏതാ തെറ്റ്, അത് പഠിച്ചാൽ ഒരു കുഴപ്പം ഇവിടെ ഇല്ല. അത് പഠിച്ചാൽ കുഴപ്പം കുറയേ ഉള്ളൂ. മനുഷ്യൻ ഒന്നാകും, മനുഷ്യൻ നന്നാകും. അതാണ് ലോകത്തെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഖുർആൻ 21 തവണ മനുഷ്യരെ എന്ന് വിളിച്ചു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. മനുഷ്യരെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഒരു അച്ഛന്റെ ഒരു അമ്മയുടെ മക്കളാണ് നിങ്ങൾ. വജഅൽനാകും ശൂബൻ വ ഖബായില ലിതഅറഫു. ഖുർആനിലെ 49-ാം അധ്യായം 13-ാമത്തെ വചന. ആ വചനത്ത് പറയുന്നത് ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ആദമിന്റെ മക്കളാണ്, ഹവ്വാ ബീവിയുടെ മക്കളാണ്, എന്റെ സഹോദരങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാനന്നാസു ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമുദായം ഒരേക സമുദായമാണ്. മനുഷ്യരൊക്കെ ഒരേക സമുദായമാണ്. എല്ലാവരും സഹോദരങ്ങളാണ്. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം. മുഹമ്മദ് നബി രാത്രി എഴുന്നേറ്റ് പറയുന്ന ഒരു വാക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നന്നാസ കുല്ലുഹും ഇഖ്വ. മനുഷ്യരൊക്കെ സഹോദരങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറെ ആളുകൾ ഇരിക്കുന്നിടത്ത് ഒരു ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോയി പ്രവാചകൻ ചാടി എഴുന്നേറ്റു ആദരിച്ചു. ആ ശവമഞ്ചത്തെ ചാടി എണീറ്റ് ആദരിച്ചു. അപ്പൊ അനുയായികൾ ചോദിക്കണം, അയാളൊരു ജൂതനല്ലേ? നോക്കണം, മനുഷ്യന്റെ മനസ്സിലെ ചിന്ത നോക്കണം. അയാളൊരു ജൂതനല്ലേ? ഉടനെ പ്രവാചകന്റെ ചോദ്യം, ജൂതൻ മനുഷ്യനല്ലയോ? അതാണ്. അപ്പൊ ഇവിടുത്തെ ഏതൊരു മനുഷ്യനും മനുഷ്യനാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഗ്രഹിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനെല്ലാം. നിങ്ങൾ ആലോചിച്ചു, ഈ തത്വങ്ങളൊക്കെ എവിടെ? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ചെറിയൊരു വ്യത്യാസം ഇസ്ലാമിലുണ്ട്. അതെന്താ? ദൈവതുല്യം മാതാവിനെ, ദൈവതുല്യം പിതാവിനെ, ദൈവതുല്യം അതിഥിയെ. ആശയതലത്തിലാണ്. എന്നാൽ ദൈവത്തെ പോലെ ഒരാളെയും നമുക്ക് സ്നേഹിച്ചുകൂടാ. ദൈവത്തിന്, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിനുള്ള സ്ഥാനം ലോകത്തൊരു ഗ്രന്ഥത്തിലും വേറൊരാൾക്കുമില്ല. സത്യമല്ലേ? ആണ്. സത്യമല്ലേ? അതുകൊണ്ടാണ് ഈശാവാസ്യോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകം അന്തം തമഹപ്രവിശന്തിയേ സംപുത്യമുപാസതേ തദോഭൂയ ഇവദയഹു സംപുത്യമൃതഃ. ഈശാവാസ്യോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകത്ത് പറയുന്നു, മനുഷ്യരെ സൃഷ്ടാവായ ദൈവത്തെ വിട്ട് അവന്റെ സൃഷ്ടികളെ ആരെ നിങ്ങൾ ആരാധിച്ചാലും
ഘോരാന്ധകാരമായ നരകത്തിലാ നിങ്ങൾ പോവുക, ഇരുട്ടുള്ള നരകത്തിലാ പോവുക, അഗ്നിയുള്ള നരകത്തിലാ പോവുക. ദൈവേതര ശക്തികളെ നിങ്ങൾ ആരാധിച്ചാൽ അവ്യക്തം വ്യക്തിമാപന്യം മാന്യം തേമാമബുദ്ധയ പരംഭാവമചാനന്ദോ മാമാവേയമനുത്തമം. ശ്രീമദ് ഭഗവത്ഗീതയുടെ രാജഗുഹയോഗത്തിലെ 9-ാം അധ്യായത്തിൽ നിന്ന് പിതൃ മാനവാദികളെ പ്രാപിക്കുന്നവനാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നത് പാടില്ലാത്തതാകുന്നു എന്ന് കൃത്യമായി പറയും സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്തിൽ തീർത്തു പറയുന്നു. എന്ത്? നിങ്ങൾ സിട്ടാവിനെ, ലോകത്തിന്റെ നാഥനെ, ചതുർവേദത്തിലൊരിടത്തും ഒന്നിലധികം ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത, ഇതായിരുന്നു വേദം. പക്ഷെ മനുഷ്യർ ഭിന്നിച്ചു പോയി. ആ ഭിന്നത നിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും. നമ്മുടെ ദൈവം ഒന്നാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ കണ്ണികളാണ്, അനവധി ജീവജാലങ്ങളുടെ കൂട്ടത്തിലാണ്. എന്ന് നിങ്ങൾ നോക്ക്, മനുസ്മൃതിയിൽ തന്നെ പറയുന്ന വളരെ അത് ഈ കാലഘട്ടത്തിലേറെ പ്രസക്തവുമാണ്. എന്താ അത്? നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളൂ. പിതാരക്ഷിതി കൗമാരെ ഭർത്തൃ രക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തിസ്തവരെ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. ശരിക്കും നിങ്ങൾ ചിന്തിച്ചോ ആ വാചകം? അതിന് ദുർവ്യാഖ്യാനിക്കാം, അനുകൂലിക്കാം, ഹിന്ദു മതത്തെ എതിർക്കാൻ വേണ്ടി വേണമെങ്കിൽ എനിക്കൊരു വ്യാഖ്യാനം കൊടുക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ആ വാചകത്തിന്റെ മറ്റൊരു തല ആലോചിച്ചോളൂ. ആ വാചകത്തിന് ഏറ്റവും ആപ്തായി വ്യാഖ്യാനം നൽകിയ ഒരുപാട് ആളുകൾ. പോട്ടെ, ആ വാചകത്തിലെ ഒരാശയത്തെ ആധുനിക ലോകമായിട്ടൊന്ന് ബന്ധിപ്പിക്കുക. ശരിക്കും ചിന്തിച്ചോളൂ. സ്ത്രീകളുടെ, അമ്മമാരോടെ ഞാൻ പറയും, എന്റെ അനുജത്തിമാരുടെ ഞാൻ പറയും, ഈ സസ്സിലിരിക്കണേ. എന്താ? പിതാവിന്റെ പിതാരക്ഷിതി കൗമാരെ, കൗമാരത്തിൽ മാധവേട്ടന്റെ മകളെ, ഞാൻ അതിനെ ഭാഷാന്തരം ചെയ്യും, മാധവേട്ടന്റെ മകളെ മാധവേട്ടൻ സംരക്ഷിക്കുന്നു. ഭർത്തൃ രക്ഷിതി യൗവനെ, യൗവനത്തിൽ ഭർത്തൃ സംരക്ഷണത്തിൽ ആ സുമതി കഴിയുന്നു. എന്നിട്ട് പിതൃ സംരക്ഷണത്തിൽ, പ്രായാധിക്യത്തിൽ, വാർദ്ധക്യത്തിൽ പുത്രന്റെ സംരക്ഷണത്തിലും കഴിയുന്നു. ഇനി ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, കാമുകോ രക്ഷിതി കോളേജേ എന്നൊരു തസ്തികയിലുണ്ടോ? ഈ ലവ് ജിഹാദും പ്രേമവും സല്ലാപവും ഒക്കെ വിവാദമായ ഒരു ലോകത്ത് ഞങ്ങൾ ചുംബിക്കും ആയുടി. ഇവിടെ ആർക്ക് പോയി? ഇവിടെ ചുംബിക്കും. അതിന്റെ മറുപടി എന്തറിയോ? നശിക്കും ഞങ്ങൾ, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നായി അല്ലേ? ഞാൻ ഇവിടെ ചോദിക്കാണ്, കാമുകോ രക്ഷിതി കോളേജ് എന്നത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒരു പെൺകുട്ടിയെ കോളേജ് പഠിക്കാൻ എന്തിനാ പറഞ്ഞേക്കുന്നത്? നല്ല സംസ്കാരം നേടാനാണ്. സമ്മതിച്ചോ? ഇന്നത് കിട്ടുന്നുണ്ടോ? വിദ്യാഭ്യാസം കൊണ്ട് നല്ലൊരു സംസ്കാരം കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ, ഐ വാസ് നോട്ട് റിഗാർഡഡ് ആസ് എ ബ്രൈറ്റ് ബോയ് at high school, but I always enjoyed the affection of my teacher. Certificate of progress and character used to be sent to the parents every year. I never had a bad certificate. മഹാത്മാ ഗാന്ധി പറഞ്ഞ ആ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. But I always enjoyed the affection of my teacher. പക്ഷെ എന്റെ അധ്യാപകരുടെ സ്നേഹം അതെനിക്ക് കിട്ടിയിരുന്നു. കാരണം എനിക്ക് മാർക്കൊന്നുമില്ലെങ്കിലും ഞാൻ നല്ലൊരു സംസ്കാരമുള്ള മോനായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ഗുരുനാഥന്മാരുടെ മുമ്പിൽ ഇരുന്നൊരു രംഗം അത് വായിച്ചിട്ട് പകർത്തിയ ഒരാളാണ്. എന്താ? മൗനം വീക്ഷിച്ച് കണ്ണടച്ച് ബെഞ്ചിലേക്ക് തലവെച്ച് അങ്ങനെ നിൽക്കും. ഗുരുനാഥൻ വിചാരിക്കും ഈ പൊട്ടച്ചേക്കൻ ഇത് ശ്രദ്ധിക്കണില്ല, അപ്പടി മനപ്പാടാക്കുകയാണ്. 9 നിങ്ങൾക്കറിയാം, വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7 വോളിയായിരുന്നു. അത് വികസിപ്പിച്ച് 8 വോളിയാക്കി. കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? വായിക്കല് പോട്ടെ. 108 ഉപനിഷത്ത് ഉണ്ട് എന്റെ വീട്ടിൽ. 108 ഉപനിഷത്ത്. അതിലപ്പുറത്തുണ്ട് എന്ന് ചർച്ചയുണ്ട്. പക്ഷെ ഏറ്റവും പ്രസ്താവ്യമായി ചതുർവേദം കണ്ണുകൊണ്ട് കണ്ട എത്ര പേര് ഈ നാട്ടിലുണ്ടാവും? തെൽമൂദും സെന്നവസ്തും. ഏതാ തെൽമൂദ്, ഏതാ സെന്നവസ്ത്? ജൂതന്മാരുടെ ഗ്രന്ഥം. അദ്വൈത സിദ്ധാന്തം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഇറാനിയൻ ചിന്തയായ സെന്നവസ്ത് എന്ന് പറയുന്ന ഗ്രന്ഥം രാഹുൽ സാങ്കൃത്യായൻ വിശ്വദർശനം എഴുതിയപ്പോ അതിന്റെ 552-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞെന്തറിയോ? പുനർജന്മ സിദ്ധാന്തം ഭാരതീയമല്ല. അല്ല, അദ്ദേഹം പറഞ്ഞത് ചതുർവേദത്തിൽ പുനർജന്മം എന്നതില്ല, പരലോകമാണുള്ളത്, മരണത്തിന് ശേഷമുള്ള ജീവിതം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. പരലോകത്ത് നരകവും സ്വർഗാണുള്ളതിന് ഭാരതീയ ദർശനത്തിലെ ഏറ്റവും വലിയ തെളിവ് ശ്രീമദ് ഭഗവത്ഗീത. ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം, ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം. എന്താ ഭഗവത്ഗീതയുടെ 37-ാമത്തെ ശ്ലോകം? അതായത് അർജുനൻ പറഞ്ഞു,
ഭീഷ്മാചാര്യർ, ദ്രോണാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, അവരോടൊന്നും ഞാൻ യുദ്ധം ചെയ്യൂല, എനിക്ക് അവരോട് യുദ്ധം ചെയ്യാൻ വയ്യ. ആ സമയത്ത് അർജുനനോട് ശ്രീകൃഷ്ണൻ പറയാൻ, ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ഭോക്ഷസി മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ഹതോവ പ്രാപ്സസി സ്വർഗം, നിനക്ക് സ്വർഗത്ത് പോകാം. സ്വർഗം, നരകം പുനർജന്മമല്ല, അത് സവർണ മേധാവിത്വത്തിന്റെ സൃഷ്ടിയാണ്. ഭഗവാന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ നിന്ന് വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിന്ന് ശൂദ്രൻ, ചാതുർവർണ്ണ്യമായ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ എന്ന വാചകം. അതോടൊപ്പം തന്നെ ചന്തോക്യോപനിഷത്ത് പറയുന്ന തദിഹരമണീയാം ശരണേ അഭ്യാസേ ഹയതേ രമണീയാം യോനി എന്ന് പറയുന്ന ആശയം ഭാരതീയമല്ല, അഥവാ ദൈവീകമല്ല, അത് മനുഷ്യർ നിർമ്മിതമാണ്. അല്ലാതെ എവിടെ ആരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉച്ചനീചത്വങ്ങളില്ലാത്ത, ജാതീയതയില്ലാത്ത, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു തണ്ണീർ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരേ അച്ഛന്റെ അമ്മയുടെ. ഇപ്പൊ എനിക്ക് 5 പെൺകുട്ടികൾ ഇപ്പൊ ഉണ്ട്, 6ാമത്തെ ആള് പെൻഡിങ്ങിലാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറയണ നിങ്ങൾ ചോദിച്ചു, എന്റെ 5 മക്കളെയും നോക്കിയത് രാക്ഷാണി അമ്മ എന്ന് പറയുന്ന, ഞാൻ അമ്മയെന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന എന്റെ അമ്മയാണ്. ഇന്നും എന്തുകൊണ്ട് 5 പെൺകുട്ടികളെ മുസ്ലിമായ എന്റെ വീട്ടിൽ അമ്മ വളർന്നു? ചോദിക്കുക നിങ്ങൾ, എന്തുകൊണ്ട്? എനിക്ക് ആ അമ്മയെ അമ്മയായി കാണാൻ കഴിയുന്നു, അവരെ സ്നേഹിക്കാൻ കഴിയുന്നു. അതോടൊപ്പം ഞാൻ അവരോട് പറയുന്നു, അമ്മേ, ഈശ്വരനെ അല്ലാതെ ആരാധിക്കരുത്, ഏകദൈവത്തെ അല്ലാതെ ആരാധിക്കരുത്. 2 മക്കളെ ഓർത്ത് അമ്മ കരയുന്നു. അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 1 അവരുടെ മകന്, 2 എന്നെ. എന്തുകൊണ്ട്? എനിക്കൊരു പ്രയാസം വന്നാൽ രാക്ഷാണി അമ്മ കരയുന്നു. എന്തുകൊണ്ട്? മതം ഒരിക്കലും, ഞാൻ പറഞ്ഞു, വർഗീയതയല്ല, കലാപമല്ല. ലളിതമായി ഞാൻ പറയാം, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ചോദിക്കാൻ, ഈ ഭൂമി സൃഷ്ടിച്ചതാരാ? ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, അവലംബങ്ങളില്ലാതെ 7 ആകാശം, അതാരാണോ നാട്ടി നിർത്തിയത്? ഭൂമി നിങ്ങളെയും കൊണ്ടടകാതിരിക്കാൻ പർവ്വതങ്ങളെ ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും. ഈ ഭൂമിയിൽ പർവ്വതങ്ങളെ സൃഷ്ടിച്ചവനാരാ? വഅൻസല മിനസ് സമാഇ മാ, മഴ ചൊരിഞ്ഞു തന്നവനാരാ? അവനാകുന്നു സാക്ഷാൽ നിങ്ങളുടെ പ്രപഞ്ചനാഥൻ. അറബിയിൽ അള്ളാഹുന് പറയില്ല, പ്രപഞ്ചനാഥന് പറയുന്ന പേരാണ് അള്ളാഹു. അപ്പൊ നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ടാവും, എന്റെ റബ്ബേ എന്ന് ആമിൻത പറയണേ കേട്ടിട്ടില്ലേ? എന്താ നിങ്ങളെ വിചാരിച്ച? എന്താ അതിന്റെ അർത്ഥം? സാധാരണ ഞാൻ ചോദിക്കട്ടെ, നാരായണ നാരായണ നാരായണ, എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങളൊന്ന് പറയും. എന്താ നാരായണ? ഞാൻ സ്റ്റേജിലുള്ളവരും ചോദിക്കില്ല, സദസ്സിലൊന്നും ചോദിക്കില്ല, ആരെയും വേദനിപ്പിക്കില്ല. നാരായണ എന്നുള്ളതിന്റെ അർത്ഥം പഠിച്ചിട്ടാണോ നാരായണ എന്ന് പറഞ്ഞത്? അല്ലാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ നാരായണ എന്ന് പറഞ്ഞാൽ? നരകൃത ശുഭാശുഭഗ്രാഹിയായുള്ളവനാരോ അവൻ. നാരായണ എന്ന് പറഞ്ഞാൽ നരകൃത ശുഭാശുഭഗ്രാഹി ആയുള്ളവൻ. അത് മനുഷ്യന്റെ മനസ്സിലെ നല്ലതിനെയും ചീത്തയെയും അറിയുന്ന സർവശക്തൻ അതിന്റെ അർത്ഥം. ആ ഉദ്ദേശം എപ്പോഴെങ്കിലും ആ പദം ചെല്ലിയപ്പുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ കുഴപ്പാട്. അറിഞ്ഞൂടെ ചെല്ലരുത്. അറിയില്ലാത്തത് നാവിലൂടെ ഉച്ചരിക്കുന്ന. നിങ്ങൾ സാധാരണ സൂര്യ ടി വിയിലൊക്കെ സ്വാമിജിമാരെ പ്രസംഗമൊന്നും കേട്ടില്ലേ? അമൃതയില്, സൂര്യ ടി വിയിൽ, പല ചാനൽ. അത് നിങ്ങളത് പഠിച്ചില്ലേ? അവിടെ നിങ്ങൾ ചിന്തിച്ചോ, ചുണ്ടുകൊണ്ടുള്ള കേവലം അർത്ഥമറിയാത്ത ഉച്ചാരണത്തിന് എന്താ പ്രത്യേകത? ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഇദ്വാൻ, എന്താ ഒരിക്കലും ഹിമവട്ടാത്ത അക്ഷിയുള്ളവൻ. നമുക്കറിയാം നമ്മുടെ കിഡ്നി അത് നശിച്ചുപോകും. സായിബാബ മരിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊക്കെ അറിയാം, കിഡ്നി വീക്കായിട്ടാണ് മരിച്ചു പോയത്. ആന്തരിക അവയവങ്ങൾ നശിച്ചുപോയി. സ്വന്തം ആന്തരിക അവയവം കേടുവന്നത് അറിയാത്ത ഒരാൾ. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുക, സർവശക്തനായ ദൈവത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? ദൈവത്തിന് മരണമില്ല. ദൈവത്തിന് മരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞ എന്തറിയോ? മുഹമ്മദ്, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ മുഹമ്മദ് മരിച്ചു. അല്ല, സർവേശ്വരനെയാണോ? സൂര്യനെയും ചന്ദ്രനെയും ഉദിപ്പിക്കുന്ന സർവേശ്വരനെയാണോ? ഹയ്യുൽ ലാ യമൂത്ത്. ആ സർവശക്തൻ ഒരിക്കലും മരിക്കൂല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോ ഒരു വണ്ടി ഓടിച്ചിട്ട് അവിടെ വന്ന്, ആ വണ്ടി ഓടിക്കുന്നതിനിടയിൽ എനിക്ക് സൈലന്റ് അറ്റാക്ക് ഉണ്ടായി. സാധ്യത കൂടും, കാരണം ഞാൻ അതിശക്തമായ പ്രമേയ രോഗിയാണ്. ഫാസ്റ്റിംഗിൽ തന്നെ 400 ആണ് എന്റെ ഷുഗർ ലെവൽ. ഫാസ്റ്റിംഗിൽ ഏത് കാലത്ത് കുറഞ്ഞൊക്കെ കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും.
ഒരു സൈലന്റ് അറ്റാക്ക് ഉണ്ടായി. നിങ്ങൾ പാറക്കടവിൽ ഞാൻ എത്തുവോ? ഞാൻ ഓടിച്ച കാറ് താനേ ഇവിടെ വരുമോ? ജാഹിദ് ബാലുശ്ശേരി അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഓടിപ്പോന്ന അറിയോ? നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ മരിച്ച 10 മിനിറ്റിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയ ആ കൊക്കയിലോ റോഡിലോ ഏതെങ്കിലും പാറക്കല്ലിലോ ഇടിച്ച് ആ വണ്ടി നിൽക്കുമല്ലോ. സായിബാവയായിരുന്നു ലോകത്തിന്റെ നിയന്ത്രണമെങ്കിൽ, മുഹമ്മദ് നബി ആയിരുന്നു ലോകത്തിന്റെ നിയന്ത്രണമെങ്കിൽ, പാണക്കാട് തങ്ങളായിരുന്നു ലോകത്തിന്റെ നിയന്ത്രണമെങ്കിൽ, ഓല് മരിച്ച സൂര്യൻ നിശ്ചലാകണ്ടേ, ചന്ദ്രൻ നിശ്ചലാകണ്ടേ? ഈ പറഞ്ഞ ഏതെങ്കിലും മഹാചാര്യന്മാർ മരിച്ചിട്ടും ആകാശവും ഭൂമി നിശ്ചലമായോ? വശംസു തജ്രീ മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീർ അൽ അസീസുൽ അലീം. സൂര്യൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നിശ്ചിത പദമേഖലയിലൂടെ സഞ്ചരിക്കുന്നു. സൂര്യനെ സഞ്ചരിപ്പിക്കുന്ന സർവശക്തൻ. ഇതിലെവിടെ വർഗീയത? ഇതിലെവിടെ വിഭാഗീയത? എന്റെയും ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. അതാരാ? പ്രപഞ്ചത്തിന്റെ നാഥൻ. എന്ന് നമുക്ക് സംഭവിച്ചൊരു തെറ്റൂടെ ഞാൻ പറയാ. ഇപ്പൊ എന്റെ വീട്ടിൽ നിങ്ങൾ വരുമ്പോ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വീടിന്റെ രക്ഷകൻ മുഹമ്മദ് നബി. അപ്പൊ അതിന്റെ അപ്പുറത്തെ ബാബുവേട്ടന്റെ വീടിന്റെ ഒക്കെ പുറമ്പോക്ക ആണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നമ്മൾ വീടിന്റെ മുമ്പിൽ പിശാരിക്കാവിലെ അമ്മ ഈ വീടിന്റെ ഐശ്വര്യം, അപ്പുറത്തതാ യേശുദേവൻ ഈ വീടിന്റെ ഐശ്വര്യം. ഞാൻ ചോദിക്കണം, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പുറത്താ? ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പുറത്താ? മനുഷ്യരെ ഒരു കാര്യം ആലോചിക്കുക, കുട്ടിനെ തരുന്നതും നമുക്ക് വായു നൽകിയതും നമ്മളെ സൃഷ്ടിച്ചതൊക്കെ സർവേശ്വരനാണ്, പ്രപഞ്ചത്തിന്റെ നാഥൻ. അഡോണായ് എലോഹിൻ അഡോണായഹ് ശമ്മ ഇസ്രായേല. അഡോണായ് എലോഹിൻ അഡോണായഹ് ഹീബ്രു ഭാഷയിലാണ്. അല്ലയോ ഇസ്രായേൽ സമൂഹമേ, നിങ്ങളുടെ ദൈവം പലതല്ല, അവൻ ഒന്നാണ്, ഏകനായ ദൈവമാണ്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലെ? എത്ര ഉജ്ജ്വലമാണ് വേദഗ്രന്ഥങ്ങളുടെ ഈ ആശയം. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറഞ്ഞൊരു വാക്ക് എത്ര മനോഹരമാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ പറയാണ്, നമ്മുടെ ഭാരതീയർക്ക് അഥവാ നമ്മുടെ ഇന്ത്യക്കാർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപജയം എന്താ? ഈശ്വരനെ മാത്രം നമുക്കറിയില്ല, ഈശ്വരന്റെ സൃഷ്ടികളൊക്കെ നമുക്കറിയാം. വായു നൽകിയതാരാ? വെള്ളം നൽകിയതാരാ? നമ്മളെ സൃഷ്ടിച്ചതാരാ? നമ്മളെ മരിപ്പിക്കുന്നതാരാ? ലോകത്തിന്റെ നാഥൻ. ആ ലോകത്തിന്റെ നാഥനെയാണ് മനുഷ്യകുലം മുഴുവൻ അംഗീകരിച്ചാൽ വമ്പിച്ചൊരൈക്യമുണ്ടായി. അതാണ് മാനവകുലത്തിൽ ഏറ്റവും വലിയ ഐക്യം. ഇനി മനുഷ്യ ജീവിതത്തെ കുറിച്ച് 2 മിനിറ്റ് പറഞ്ഞോട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചേ, ചുംബന സമരവും അതുപോലുള്ള കാര്യമൊക്കെ ഇവിടെ നടക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ 10-60 വയസ്സുള്ള ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ടാണ് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ വന്നത്. അപ്പൊ ഓല് ഈ 60 കൊല്ലം ചുംബിച്ചിട്ടില്ലേ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണല്ലോ. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പം മാത്രം ചുംബിച്ചാലേ സ്നേഹാവും. അതൊരു ഭ്രാന്തല്ലേ ശരിക്ക്? 60 കൊല്ലം ജീവിച്ചൊരു ഭാര്യയും ഭർത്താവും ചുംബിച്ചാലേ സ്നേഹം ഉണ്ടാവും. അതാണ് ലവ് എന്ന്, കിസ് ഓഫ് ലവ്. അപ്പൊ ഈ 60 കൊല്ലം കിടപ്പറയിൽ ചുംബിച്ചിട്ടില്ലേ? സ്നേഹിച്ചിട്ടില്ലേ? അല്ല, പച്ചയെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇല്ലേ? അപ്പൊ ഇതെന്താണെന്നറിയോ? വാനരന്മാരിൽ നിന്നുണ്ടായതാ നമ്മളെന്നാ ഓല് പറയുന്നത്. ആര്? ഈ ടീം ആരാ നിങ്ങൾ വിചാരിച്ചത്? മനുഷ്യൻ കുരങ്ങുന്നുണ്ടായത് പറയുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വികാരം ഞാൻ നിങ്ങളോട് ഇതൊരു പച്ചയായി സംസാരിക്കാൻ നിങ്ങൾക്ക് തോന്നരുത്. ഒരമ്മ കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിക്കുമുണ്ടാകുന്ന വികാരം എന്താ? ഞാൻ ഒന്നുകൂടെ ഉദാഹരിച്ച് പറയാം. ഞാൻ അറവുകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചപ്പോ 10-70 വയസ്സുള്ള ഒരു അമ്മ ഓടി എന്റെ അടുത്ത് വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്തൊക്കെയാ അവര് സ്നേഹം കൊണ്ടും അവർ കരഞ്ഞു. മാതാവും പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം പറഞ്ഞപ്പോഴാണ് അവർ കരഞ്ഞത്. ആ അമ്മയുടെ ഒരു ചുംബനം എന്റെ കവിളിൽ തരുമ്പോ ആ അമ്മ എന്താ വിചാരിക്കുന്നത്? എന്റെ പൊന്നു പുത്രനെ ചുംബിക്കുന്ന വികാരമല്ല ഉണ്ടാവുക. ഇനി സ്ത്രീകൾ മനസ്സിലാക്കിയുള്ളൂ, ആ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ മാതൃപുത്ര ബന്ധത്തിന്റെ ഹോർമോണാണ്. ശരിക്കും പഠിച്ചോളൂ. ലോകത്ത് മനുഷ്യരെ അമ്മയെ ചുംബിച്ചിട്ട്, ഒരു ഉദാഹരണം, അമ്മ തളർന്നു കിടക്കുകയാണ്. ആ അമ്മയെ മകൻ ചെന്ന് ചുംബിച്ചു, സുരേഷ്. അതേ ചുണ്ടുകൊണ്ട് കിടപ്പറയിൽ ഭാര്യനെ ചുംബിക്കുമ്പോ അമ്മനെ ചുംബിക്കുമ്പോ ഉണ്ടാകുന്ന വികാരം ഉണ്ടാവുക ആണോ? ലോകത്തെല്ലാരും തിരിച്ചറിഞ്ഞോളി. അല്ല. ഇനി രണ്ടാമതൊരു കാര്യം, ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ പറഞ്ഞെന്തറിയോ? ലിതസ്കുനു ഇലൈഹാ, അവളിലേക്ക് അവൻ സമാധാനമടയാൻ. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ കേന്ദ്രം ഭാര്യയാണ്. ലോകത്ത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ലോകത്ത് കണ്ടുകൂടാത്ത ഏതെങ്കിലും 2 രാജ്യങ്ങളുണ്ട് ഭാര്യയും ഭർത്താവുമാണ്, വേറെ വിഷയം. ഇന്ന് ഏറ്റവും സ്നേഹത്തിൽ കഴിയേണ്ടവരാണ് ഭാര്യയും ഭർത്താവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ.
ഏറ്റവും സമാധാന ചിത്തമായ ആരും ശല്യപ്പെടുത്താനില്ലാത്ത ഒരു ലോകത്ത് ഭാര്യയും ഭർത്താവും മാത്രമായി ഉണ്ടാവുമ്പോൾ ചുംബിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദവും സന്തോഷവും, ഒരുത്തം വടിയായിട്ട് നിൽക്കുമ്പോൾ ചുംബിച്ചോടിക്കാളുക, ഇങ്ങനൊരു അവസ്ഥ മനുഷ്യന് വരാൻ പാടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഒഫീഷ്യൽ സ്റ്റാൻഡിൽ ഭാര്യയും ഭർത്താവ് പറഞ്ഞ് ചുണ്ട് ഇങ്ങനെ അടുത്ത് വരുമ്പോഴേക്ക് അപ്പുറത്തുനിന്ന് മറ്റവനോട് അടിയിട്ട് ഇപ്പുറത്തുനിന്ന് പോലീസുകാരനോട് കിട്ടി. അപ്പൊ കിട്ടുന്ന വികാരം എന്താ? ചുംബനത്തിന്റെ വികാരാണോ അടി കിട്ടി പൊളയലിന്റെ വികാരാണോ? എന്താണ്? അപ്പൊ മനുഷ്യനൊരു തരം ഊളംപാറയിലെ ജനങ്ങളൊക്കെ തൽക്കാലം മാറ്റി ഇവരെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്ന ചങ്ങായിമാരെ, ഇവര് മനുഷ്യരാണെന്ന് ആരെങ്കിലും പറയോ? ഇനി ആലോചിച്ച് നോക്ക്, മനുഷ്യനോട് ചുംബിക്കണ്ടെന്ന് ആര് പറഞ്ഞു? ഇസ്ലാം പറഞ്ഞത് ഭാര്യയെ ചുംബിക്കാത്തവൻ അവൻ മൃഗമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത്.